ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അതുപോലെ തന്നെ ഒരു സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബ്രെഡിൻ്റെ കുറേയധികം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം അതെല്ലാം ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. ഇനി മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. ഇനി ഇതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്. മഞ്ഞൾപ്പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. 2 നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അധികം മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് മുക്കി വറുക്കാനുള്ള മുട്ടക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീരെ കട്ടി കുറഞ്ഞ ബ്രെഡൊന്നും എടുക്കരുത്. അപ്പോൾ നമ്മൾ മുട്ടയിലൊക്കെ മുക്കി വരുമ്പോഴത്തേക്കും ബ്രെഡ് പൊട്ടിപ്പോകും. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന മുട്ട മിക്സിൽ ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് 2 സൈഡ് നന്നായിട്ട് മുക്കിയെടുക്കണം. ബ്രെഡ് മുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രെഡ് കൂടുതൽ കുതിർന്ന് പോകരുത്. പെട്ടെന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകും. 2 സൈഡ് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു കഷ്ണം ബ്രെഡും കൂടി അതുപോലെ തന്നെ നമുക്ക് മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ പുറത്തേക്ക് നമുക്കൊരു ചെറിയ ടീസ്പൂൺ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഇനി സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മുട്ട മിക്സ് നമുക്ക് ബ്രെഡിൻ്റെ പുറത്ത് വീണ്ടും വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം തിരിച്ച് മറിച്ചുമെല്ലാം ഇട്ട് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ബ്രെഡിൻ്റെ പുറകിൽ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡ് മൂത്ത് ചെറിയ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റുമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.